ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു സംഭവമാണ് ഇഷ്ടം. മിമിക്രി ഫീൽഡിലൊക്കെ എന്നെ താളബോധം ഇല്ലാത്തതെന്നൊക്കെയാണ് പറയുന്നത്. കുറച്ച് അതായത് ഞാൻ പണ്ടിങ്ങനെ എല്ലായിടത്തും ബ്ലാ ബ്ലാ എന്നൊക്കെ വർത്താനം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ സ്റ്റേജ് ഷോസിലൂടെ പ്രേക്ഷകരുടെ മനസ്സിനെ കീഴടക്കിയ ഒരു സുന്ദരിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. 140 ന്യൂസിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ സുന്ദരി ആരാണെന്ന് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, അതൊരു സസ്പെൻസ് ആയി തന്നെ ഇരിക്കട്ടെ. നമസ്കാരം ചേച്ചി. നമസ്കാരം. അപ്പോൾ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ. ഈ സൗന്ദര്യം കണ്ടിട്ട് സിനിമയിലോ സീരിയലിലോ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. അതായത് നോക്കിയിട്ടില്ല. വേണ്ടെന്നുള്ള വേണ്ടതല്ല, കിട്ടിയപ്പോ. ഈ സൗന്ദര്യം കണ്ടിട്ട് പ്രണയ അഭ്യർത്ഥനകൾ വന്നിട്ടുണ്ടോ മാഡത്തിന്? വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ. പ്രണയത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പ്രണയം നല്ലൊരു ഫീലാണ്. പ്രണയം അല്ല, ഒരു മനുഷ്യന് പ്രണയം ഉണ്ടെങ്കിൽ നല്ല സന്തോഷവും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. പ്രണയം നല്ലൊരു ഫീൽ തന്നെയാണ്. ആരെങ്കിലും വന്ന് പ്രണയ അഭ്യർത്ഥന ഇനി നടത്തിയാൽ എസ് പറയുമോ? നേരത്തെ ഓക്കെ, ഇന്നലെ വരെ ഓക്കെ, ഈ ന്യൂ ഇയർ ആയിട്ട് വന്ന് ഇഷ്ടം എന്നാണെന്ന് പറഞ്ഞാലോ? ഒരു ദിവസത്തേക്ക് പ്രണയിക്കാലോ. ന്യൂ ഇയർ ആയതുകൊണ്ട് അല്ലേ? ചേച്ചി എന്നെക്കാട്ടിലും നല്ല സുന്ദരിയാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, അത് നാച്ചുറൽ ബ്യൂട്ടി, ഇത് ബ്യൂട്ടി. ചേച്ചി ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്ത ആളാണ് അല്ലേ? അപ്പോൾ നമ്മുടെ 140 ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സ്ത്രീവേഷങ്ങൾ സ്ത്രീകളെക്കാൾ നന്നായി അഭിനയിച്ച് പുലർത്താൻ കഴിവുള്ള അനുഗ്രഹീതനായ കലാകാരനാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ കോമഡി ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര നാളായി? 11 വർഷമായി. എങ്ങനെയാണ്, ആര് മുഖാന്തരമാണ് വന്നത്? അത് ഞാനിവിടെ മുത്തൂർ സ്കൈ ഷെഫ് എന്ന ഫ്ലൈറ്റ് കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈജീൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റാച്യു മുത്തൂർ പ്ലാസ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, സുഗു ചെറിയങ്കിരുന്നു. പുള്ളി ഇതുപോലെ ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. അങ്ങനെ പുള്ളിയെ പരിചയപ്പെട്ട പുള്ളിയാണ് എന്നെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവന്നത്. കൂടുതലും സ്ത്രീ കഥാപാത്രങ്ങളാണോ ചേട്ടൻ ചെയ്യുന്നത്? ഓക്കെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ? അതാണ് ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് കംഫർട്ടബിൾ. മറ്റേത് എനിക്ക് മാനറിസം കൊണ്ട് അത് വരത്തില്ല. ഓക്കെ. ഇത് ഒരുങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് പണ്ട് കുഞ്ഞു മുതലേ ഇഷ്ടമാണ്. ഇങ്ങനെ ഒരുങ്ങുന്ന സാധനങ്ങൾ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് സ്വയം ഓൺ ആണോ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ തന്നെയാണ് ചെയ്യുന്നത്. അന്ന് ഈ പറഞ്ഞ സുഗുവിന്റെ കൂടെ കണ്ടതൊക്കെ പഠിച്ച് ഞാൻ തന്നെയാണ് പിന്നെ പ്രോഗ്രാംസിനൊക്കെ ചെയ്യുന്നത്. സ്റ്റേജ് ഷോസ് അല്ലേ കൂടുതൽ ചെയ്യുന്നത്? എവിടെയൊക്കെയാ ചെയ്തിട്ടുള്ളത് സ്റ്റേജ് ഷോ? കേരളത്തിലെ മിക്ക നമ്മുടെ കോമഡി സ്റ്റാർ എക്സ്പ്രസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അവിടെ സപ്പോർട്ടിങ് കാസ്റ്റ് ആണല്ലോ കണ്ടസ്റ്റൻസിന്റെ. അവര് വിളിക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫീമെയിലിന്റെ ഈ വേഷങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആരുടെയൊക്കെ കൂടെയാണ് അവിടെ അഭിനയിച്ചിട്ടുള്ളത്? നമ്മുടെ കൂടെ ചെയ്യുന്ന കൂടെ ഫീമെയിൽ ചെയ്യുന്ന വേറെ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഇപ്പോൾ ഉള്ള ഗ്രീൻ റൂമിലുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ എന്തെങ്കിലും ഓർമ്മിച്ച് വെക്കാൻ പറ്റും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് അങ്ങനത്തെ കുറെയൊക്കെ അതൊക്കെ രസമായിരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്.
ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചേട്ടൻ സജീവമായിട്ട് ഇപ്പൊ നിൽക്കുവാണല്ലോ. എനിക്ക് തോന്നുന്നു വീഡിയോസ് ആയാലും അതിന്റെ പ്രതികരണം എങ്ങനെയാണ്? റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്, ഒരുപാട് റീൽസ് ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രതികരണം എങ്ങനെയാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ? ആൾക്കാരുടെ കുറെ പേര് കാണാറുണ്ടെന്നൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഈ ഫീൽഡിൽ, കോമഡി ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ സംസാരിക്കാറില്ലേ ഇതിനെ പറ്റി, ഈ റീൽസ് ഇടുന്നതിനെയൊക്കെ പറ്റി? കൊള്ളായിരുന്നു ഇങ്ങനെ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. കുറെ പേര് കളിയാക്കി ഇങ്ങനെ നിനക്ക് ഇത് വേറെ വട്ടാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. കളിയാക്കാറും ഉണ്ടല്ലേ? കളിയാക്കുന്ന അല്ല, അല്ലാതെ കമന്റ് ബോക്സിനകത്ത് ഒരുപാട്. അപ്പൊ ഈ കളിയാക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ്. എനിക്ക് അതിപ്പോ അവരെന്നെ നോക്കണമെന്ന് എനിക്കില്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു, എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, വേറൊന്നും പറയാനില്ല. ഒരുപാട് പേര് നല്ല കമന്റ് ഇടുന്നില്ല? നല്ല കമന്റ് ഒരുപാട് ഇടുന്നുണ്ട് അല്ലേ? നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ആപ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ. സുന്ദരിയാണ്, ഞാൻ 2-3 വീഡിയോസ് ഒക്കെ ഞാനും കണ്ടു. സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട് കാണാനായിട്ട്. അപ്പോ ഇതല്ലാതെ ചേട്ടൻ എന്താണ് ചെയ്യുന്നത് ജോലിയായിട്ട്? ഇപ്പൊ ഞാനൊരു വീട്ടില് കുക്കിംഗ് ജോലി ചെയ്യുന്നു. എവിടെയാണ്? ട്രിവാൻഡ്രത്ത് തന്നെ. ഫാമിലിയൊക്കെ ആരൊക്കെയുണ്ട്? ഫാമിലി അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ബ്രദറുണ്ട്. നമ്മൾ ട്വിൻ ബ്രദറാണ്. ഓക്കെ ഓക്കെ. പുള്ളി എന്താ ചെയ്യുന്നത്? പുള്ളി ഇപ്പൊ അവിടെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. അമ്മ വീട്ടിൽ തന്നെയാണ്. പിന്നെ അനിയത്തിയാണോ? അല്ല, ചേച്ചി എന്ത് ചെയ്യണു? ചേച്ചി കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ വലിയ. ഓക്കെ. ഈ കുക്ക് ഫീൽഡിലോട്ട് പോയി എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാ അങ്ങോട്ട്? അത് ഞാൻ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ മുത്തൂർ സ്കൈ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് പ്രോഗ്രാമിന്റെ ഇത് തലയ്ക്ക് പിടിച്ചത്. അപ്പൊ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ തരുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ കളഞ്ഞിട്ട് പ്രോഗ്രാം ഫീൽഡിലോട്ട് നടക്കുകയാണ്. അങ്ങനെ ഈ കൊറോണ സമയമൊക്കെ വന്ന സമയത്ത് പ്രോഗ്രാം ഒക്കെ പോയല്ലോ, ആ സമയത്താണ് കുക്കിംഗ് വീട്ടിലെ കുക്കിംഗ് ജോലിക്ക് വേണ്ടി പോയത്. ഓക്കെ. ഈ കോമഡിയിലോട്ട് വരാനായിട്ട് തോന്നാനുള്ള കാരണം എന്താണ്? അത് ആ സുഗുവിന്റെ കൂടെ പോയി കണ്ടപ്പോ, പ്രോഗ്രാം കണ്ടപ്പോ അത് ഭയങ്കര എന്താ ഇതായിട്ട് തോന്നി. ഓക്കെ, അങ്ങനെയാണ് പോയത്. എന്താണ്, ഫിഗർ ആണോ ചെയ്യുന്നത്? ലേഡീസ് ഫിഗർ ആണോ? ലേഡീസ് ഫിഗർ. ഏതെങ്കിലും വ്യക്തിയുടെ ആണോ? അല്ല, ഫീമെയിൽ പോർഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ. കോമഡി പിന്നെ സിൽക്കിന്റെ ഫിഗർ ചെയ്യാറ്. അത് ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. അതില് ഇൻസ്റ്റയിൽ തന്നെയാണെന്നോ സോഷ്യൽ മീഡിയയിൽ എന്തോ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഫാമിലിയിലെ അമ്മ, ചേച്ചി അവരൊക്കെയാണുള്ളത്. അച്ഛൻ ചെറുതിലെ മരിച്ചുപോയി. ഓക്കെ ഓക്കെ. അപ്പൊ വീട് എവിടെയാണ്? കാട്ടാക്കട. ഫാമിലി എല്ലാം കൂടെ തന്നെ ഉണ്ട്? അമ്മയും ഞാനും ഉണ്ട് വീട്ടില്. ബ്രദർ അപ്പുറത്ത് സ്വന്തം നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ വേറൊരു വീട്ടിലാണ്. ബ്രദറും ഫാമിലി ഉണ്ട്. എത്ര ഷോസ് ചെയ്തിട്ടുണ്ട് സ്റ്റേജില്? അത് കുറെ ഷോസ് ചെയ്തിട്ടുണ്ട്. എത്രയാണെന്ന് പറയാൻ? 2017 തന്നെ ഒരു ഷോ നമ്മള് ചെയ്തൊരു ഷോ, നമ്മൾ ചെയ്ത ട്രൂപ്പിന് 125 ഷോ ചെയ്തിട്ടുണ്ട് ഒരു വർഷം. അങ്ങനെ കുറെ വർഷങ്ങൾ. ട്രൂപ്പിന്റെ പേര്? ഞാൻ മാഗ്നറ്റോ ചെയ്തിട്ടുണ്ട്, സരിക ചെയ്തിട്ടുണ്ട്, മെഗാസ് ചെയ്തിട്ടുണ്ട്, ഒനീഡ ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യം ചെയ്തത്. റോയൽസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്വന്തമായിട്ടാണോ? ഇപ്പൊ വിളിക്കുന്ന പ്രോഗ്രാമിലൊക്കെ പോകും. ട്രൂപ്പിൽ ഇപ്പൊ പൊതുവെ ഇങ്ങനെ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ വെക്കുന്നില്ല, വെച്ചാൽ ഒറിജിനൽ ഫീമെയിൽസാ ചെയ്യുന്നത്. അക്ഷരപ്പിച്ചകൾ നടന്നതിവിടെ, മധുരമാമ്പഴ വിഷാദം ഗ്രഹിച്ചതിവിടെ. ജീവന ചരിത്ര സഞ്ചാരങ്ങൾ ഗോളാന്തരങ്ങളും കണ്ടതിവിടെ. ഗായത്രി ഒരു ജ്ഞാനമന്ത്രം, നെഞ്ചിലുയരുന്നൊരേ അമൃതമന്ത്രം. ഗായത്രി ഒരു മാർഗദീപം, അറിവ് പകരും ചരാതുകൾ ഞങ്ങൾ. മാതൃഗായത്രി, മാതൃഗായത്രി, സ്നേഹഗായത്രി, ഹൃദയഗായത്രി. ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസ് ഒക്കെ ഇവിടെ തന്നെ, ജോലി സ്ഥലത്ത് തന്നെ. ഷോസ് ഒന്നും ഉണ്ടായിരുന്നില്ല? ഓക്കെ ഓക്കെ. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് എന്താണ്? ന്യൂ ഇയറിന് ഷോസ് ഒന്നും വന്നില്ല, ഇനി ജനുവരിയിലുണ്ട്. ജനുവരിയിലുണ്ടല്ലേ? ഓക്കെ. ഇതിലോട്ട് ഈ കോമഡി സ്റ്റേജ് ഷോസിലോട്ട് ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത് ആരാണ്? അതായത് നീ ഇത് ചെയ്യണം, ഇപ്പൊ പറഞ്ഞു കുറെ ഇൻബോക്സിൽ തന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ കളിയാക്കിയൊക്കെ വരുന്നു. പക്ഷെ ഇതെല്ലാം പോട്ടെ, നീ ഇത് ചെയ്യണം എന്ന് വേണ്ട ഒരു നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ ആരാണ് കൂടെ നിന്നിട്ടുള്ളത് ഈ ഫീൽഡിൽ അല്ലെങ്കിൽ പുറത്ത്?
അല്ല നമ്മുടെ കൂടെ ചെയ്യുന്നവരൊക്കെ നമ്മുടെ കൂടെ ചെയ്യുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, വിനോദ് നർമ്മകല എന്ന് പറഞ്ഞിട്ട്, പുള്ളിയാണ് എന്നെ, ഞാൻ എക്സ്പ്രസ്സിൽ ഏഷ്യാനെറ്റിലൊക്കെ നിൽക്കാൻ പുള്ളിയാണ് കാരണം വെച്ചാൽ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ട് പോകും, നീ ബാ എന്നൊക്കെ പറഞ്ഞ്. മെയിനായിട്ട് വിനോദ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആളാണ്. ഓക്കെ ഓക്കെ. വേറെ ഫാമിലി എങ്ങനെയാണ്? ഫാമിലിന്നൊന്നുമല്ല, ചുമ്മാ നിനക്ക് ഇതൊക്കെ നിർത്തി വെച്ചൂടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കും. അമ്മയൊക്കെ ചോദിക്കും. അമ്മ എപ്പോഴും ചോദിക്കും, ഇപ്പോഴും ചോദിക്കും. അയ്യോ, അപ്പൊ എന്തോ പറയും തിരിച്ച്? അതെന്റെ ഇഷ്ടമാണെന്ന് പറയും, പറഞ്ഞിട്ട് വേറെ ഫാമിലി ആരും അങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാതെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയോ ഇങ്ങനെ? എന്റെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഫീമെയിൽ വേഷമൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ ചേച്ചിയുടെ മോളൊന്നും എന്നെ ഫേസ്ബുക്കിൽ അൺഫ്രണ്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഫ്രണ്ട് ആക്കിയിട്ടില്ല. അതൊക്കെ മാനസിക അവർക്ക് അതൊക്കെ ഭയങ്കര ഇതാണ് വെച്ചാൽ എനിക്ക് മീശയില്ല എന്നുള്ള ഒരു ഇത്, അങ്ങനത്തെ ഒക്കെ കുറെ ഇതൊക്കെ ഉണ്ട്. ഒരുപാട് വിഷമങ്ങളുണ്ടല്ലേ? വിഷമമൊന്നും എനിക്കില്ല, ഞാനൊന്നും ബോധവടല്ല. സ്വന്തം ഇഷ്ടമാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോയിട്ടില്ലേ? ഇങ്ങനെയല്ല. ഇല്ല, അവര് വിവരമുള്ള ആൾക്കാരല്ലേ. ഈ സിനിമ സീരിയൽ അഭിനയിക്കാനായിട്ട് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ്? ഒരു ചെറിയൊരു സീൻ ചെയ്തിട്ടുണ്ട് ഡമാർ പടാമെന്ന സിനിമയ്ക്കകത്ത്. ഈ പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് അത് സ്ത്രീവേഷം തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈം സ്ക്രീനിലല്ലായിരുന്നു? എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് കാണിക്കേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. എങ്കിലും ആയിക്കോട്ടെ, ബിഗ് സ്ക്രീൻ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര കുളിര് തോന്നി. ഹാപ്പി ആയി? ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ? ഫ്രണ്ട്സിനൊക്കെ അവരൊക്കെ 2-3 പേര് കടയിലുള്ള ഷോപ്പിലൊക്കെ ഈ സിനിമയിൽ എന്നെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ആണോ? എന്നാ നല്ലോണം അറിയാന്നുള്ളു, ജസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ മനസ്സിൽ നിൽക്കത്തില്ല. അത് കണ്ടിട്ട് വേറെ കോളുകളൊന്നും വന്നില്ലേ സിനിമയിൽ? വന്നില്ല. സീരിയലില് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ പ്രയത്നിച്ചിട്ടില്ല. ഇല്ല, എന്തുപറ്റി അങ്ങനെ വേണ്ടി? അതിന് അത്രയും എനിക്ക് ഇങ്ങനെ ക്ഷമയില്ല, സമയമില്ല. ജോലിക്ക് പോയാൽ നമുക്ക് ജോലിക്ക് പോയാലേ കാശ് കിട്ടുള്ളൂ, അമ്മയ്ക്ക് കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടി എങ്കിൽ വിളിച്ചാ പോവുമല്ലോ? വിളിച്ചാ പോവും, ഉറപ്പായിട്ടും പോകും. ഇപ്പോ സാമ്പത്തികമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ചേട്ടനാണ്. ചേട്ടൻ ഒറ്റൊരാളാണ്. അമ്മയ്ക്ക് വയ്യായിക അങ്ങനെ എന്തെങ്കിലും? അമ്മയ്ക്ക് പ്രായമായതിന്റെ ചെറിയ മുട്ടുവേദന, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. ഇപ്പൊ പറഞ്ഞു സഹോദരൻ കല്യാണം കഴിഞ്ഞു, സഹോദരി കല്യാണം കഴിഞ്ഞു, മോളുടെയും കല്യാണം കഴിഞ്ഞു. മോന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ചേട്ടൻ കല്യാണത്തിന് വേണ്ടി? എനിക്ക് താല്പര്യമില്ല. എന്ത് പറ്റി? ഇഷ്ടമല്ലെന്നാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മനസ്സിലുണ്ടോ ആരെങ്കിലും? അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 25-26 വയസ്സ് സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ പിന്നെ അതങ്ങ് മാറി. ഇപ്പൊ ഇല്ല. എന്നാലും അവസാനം ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നില്ലേ? തോന്നില്ല. അവസാന നിമിഷം നമുക്കൊരു കൂട്ട് വേണമെന്ന് തോന്നുന്നു. ഞാൻ പ്രസൻസിൽ ജീവിക്കുന്ന ആളാണ്. ഓക്കെ, ഫ്യൂച്ചറിലല്ല. ഓക്കെ. ഇപ്പൊ പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് പേര് ഫ്രണ്ട് ആണല്ലേ? ആ കമ്മ്യൂണിറ്റിയിൽ ഇല്ലല്ലോ. പ്രവർത്തിക്കാറുണ്ടോ? അതിനുവേണ്ടി പ്രവർത്തിക്കാറുണ്ടോ ആ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും? ഇല്ല, ട്രാൻസ് കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു സംഭവം ഇഷ്ടമല്ല. ഇപ്പൊ ട്രാൻസ്ജെൻഡർ മൂന്നാമത്തെ ഒരു ഗ്രേഡ് ആറ്റിൽ വെച്ചിരിക്കും. എനിക്ക് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം. പക്ഷെ അവരൊക്കെ നടക്കുന്നുണ്ട്. അവർക്കൊപ്പം ട്രാൻസ്ജെൻഡർ തന്നെ അവരൊക്കെ TG എന്ന് തന്നെയാണ് പറയുന്നത്. ട്രാൻസ്ജെൻഡർ ആവാൻ താല്പര്യമുണ്ട്. എനിക്ക് അങ്ങനെ എന്താ പറയാ, വേറൊരു എനിക്ക് ഞാനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഫീമെയിൽ ആവാൻ. അല്ല, അങ്ങനെ താല്പര്യമില്ലെന്ന് വെച്ചാൽ എനിക്ക് ഞാനിപ്പോ എങ്ങനെയാണ് അങ്ങനെ തന്നെ ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഓക്കെ. അവരുടെ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയിലെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ പ്രവർത്തിക്കാറുണ്ടോ അവർക്ക് വേണ്ടി? ചില ഫംഗ്ഷൻസിനൊക്കെ പോവാറുണ്ടോ? ഓക്കെ. അവർ ട്രിവാൻഡ്രത്തൊക്കെ വെച്ച് ഒരുപാട് ഇത് നടത്തുന്നു. ഇപ്പൊ എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് അങ്ങനെ പോകാൻ ഫ്രീഡം ഇല്ല. അങ്ങനെ പെട്ടെന്ന് അവിടെ ഒരു ഫ്രണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്? ശ്രീമയി എന്ന് പറയുന്ന ഫ്രണ്ടാണ്. ഓക്കെ. ശ്രീമയി പണ്ട് മുതലേ എന്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരിയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? പുള്ളിക്കാരി എന്താ പറയാ, പുള്ളിക്കാരിയുടെ കണ്ടുപിടി കുറെയൊക്കെ ഞാൻ എന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചേഞ്ച്. എന്തൊക്കെയാണ് 2-3 പറയാൻ പറ്റുമോ? കുറച്ച്, അതായത് ഞാൻ പണ്ടിങ്ങനെ എല്ലായിടത്തും ബ്ലാ ബ്ലാ എന്നൊക്കെ വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ നമ്മളെ കുറിച്ച് ചിന്തിക്കാതെ. അപ്പൊ അതൊക്കെ പുള്ളിയുടെ കണ്ടുപിടിച്ച് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ കാണുന്നിടത്ത് സംസാരിക്കാതെ
കുറച്ച് ലിമിറ്റായിട്ടൊക്കെ നിൽക്കും. അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം. കുറേ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയുടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഇരുന്ന് കണ്ടു. പിന്നെ പുള്ളിക്കാരി എന്നെക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടാണോ ചെയ്യുന്നത്, അല്ലാതെ എന്താണ്, അല്ലാതെ സ്വയം ഇഷ്ടത്തിനാണോ ചെയ്യുന്നത്? പഠിച്ചിട്ടേ ഇല്ല. ഡാൻസ് പഠിച്ചിട്ട് ഡാൻസിന്റെ ABCD അറിയത്തില്ല. എന്നെ മിമിക്രി ഫീൽഡിലൊക്കെ എന്നെ താളബോധം ഇല്ലാത്തവെന്നൊക്കെയാണ് പറയുന്നത്. ആര് പറയുന്നത്? ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നത്. വെച്ചാൽ എനിക്ക് അപ്പൊ അവർ ഡാൻസ് സീക്വൻസ് കട്ട് ചെയ്യും എനിക്ക് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഡയലോഗുള്ള മാത്രമൊക്കെ വെച്ചിട്ട് ഡാൻസുകൾ കുറച്ച് ചെറിയ മൊമെന്റ്സ് ഇട്ടിട്ട് ബാക്കി കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഡാൻസ് അറിയത്തില്ല കറക്റ്റ്. ഓ, അപ്പം വിഷമം വരുമോ? അല്ല, അപ്പൊ എനിക്ക് അത് പഠിച്ചിരുന്ന ഞാൻ പണ്ട് പഠിച്ചവരെ കാണുമ്പോ നമുക്ക് അല്ല, അങ്ങനെയല്ല, എനിക്ക് വേണ്ടി കട്ട് ചെയ്തല്ലോ അവര്, അങ്ങനെ. അല്ല, അതിപ്പോ എനിക്ക് നല്ലതല്ലേ, കാരണം അതെനിക്ക് ചെയ്യാൻ വരും. സ്റ്റേജിൽ നിന്ന് ആണം കിടുന്നത്. പാടുവോ? ഇല്ല. പക്ഷെ സൗണ്ട് നല്ല പാട്ട് പാടുന്നത് പോലെ. കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഏതാണ് സ്പെഷ്യൽ ഐറ്റം? അങ്ങനെയൊന്നുമില്ല. സൗത്ത് ഇന്ത്യൻ ഡിഷസ് എല്ലാം ഉണ്ടാക്കും. പേര്? എല്ലാം ചെയ്യും. എന്നാലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? സ്പെഷ്യൽ എല്ലാം സ്പെഷ്യൽ തന്നെയാണ്. എല്ലാം സ്പെഷ്യൽ തന്നെയാണ്. ഇപ്പോ ഈ നമ്മുടെ സിനിമാ ഫീൽഡ് അതുപോലെ സീരിയൽ ഫീൽഡിൽ നിൽക്കുന്നവര് പങ്കെടുത്തിട്ടുള്ള പ്രോഗ്രാമുകളിലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും സ്റ്റേജ് ഷോ? ചെയ്തിട്ടുണ്ട്. ആരുടെയൊക്കെ ചെയ്തിട്ടുണ്ട്? എന്തായിരുന്നു എക്സ്പീരിയൻസ്? എന്തെങ്കിലും പറയാനുണ്ടാവോ? നല്ല എക്സ്പീരിയൻസ് ആയെന്ന് വെച്ചാൽ പുള്ളി നല്ല തമാശയൊക്കെ ആയിരുന്നു, നല്ലായിരുന്നു. പുള്ളിയുടെ കൂടെ കാറിൽ നമ്മൾ എറണാകുളത്തെ മൂവാറ്റുപുഴ എവിടെ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. വേറെ ആൾക്കാർ മണിച്ചേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടൻ നല്ലതായിരുന്നു. നമ്മുടെ വിഴിഞ്ഞത്തെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? പുള്ളി നമ്മുടെ മുമ്പ് കിടന്ന് ഇങ്ങനെ കുരങ്ങ് ചാടും പോലെ കാണിക്കും. നല്ല കോമഡിയാണ് ബാക്ക് സ്റ്റേജിൽ. പുള്ളിക്കാരൻ നല്ല ഹെൽപ്ഫുള്ളും ആണ്. നമുക്ക് എന്ത് ചോദിച്ചാലും മേക്കപ്പിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇത് അവര് ഇങ്ങനെയല്ലല്ലോ ഇരിക്കുന്നത്, ഇവര് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോഴേ എന്തെങ്കിലും ഒരു ദുരനുഭവമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദുരനുഭവം വെളിയിൽ നിന്നൊക്കെയോ? അല്ല, ആ കൂട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്നൊക്കെ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ്, അതേപോലെ സ്ത്രീവേഷം ചെയ്യുന്നതിൽ നിന്നാണോ ജെൻസിൽ നിന്ന്? അവർ ചിലപ്പോ അവരിങ്ങനെ സ്റ്റേജില് പിന്നെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് അവരുടെ ദേഷ്യം ആ സമയത്ത് തീർത്തിട്ടൊക്കെ ഉണ്ട്. ആ വ്യക്തിയുടെ പേരൊന്നും പറയാൻ പറ്റില്ല. അല്ല, പേര് വെളിപ്പെടുത്തണ്ട. എന്നുവെച്ചാൽ എന്നെ തോക്ക് വെച്ച് മനഃപൂർവ്വം ഇടിച്ച്, തോക്ക് വെച്ച് കാണിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വം അവർക്ക് അതിന് മുമ്പ് നമ്മൾ വഴക്കുണ്ടാക്കിയത് തന്നെ ആ ദേഷ്യം നല്ല ഇടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പൊ എന്ത് തോന്നി മനസ്സിൽ? ഭയങ്കരമായിട്ട് ആ സമയത്ത് ശരിക്കും സങ്കടം വന്നു. നല്ല വേദനിച്ചു. അത് കഴിഞ്ഞ് ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല. ചോദിച്ചിട്ടില്ല. എന്നുവെച്ചാൽ അതിന് ചോദിച്ചാൽ പിന്നെ അതൊരു വിഷയവും അവിടെ. അതുകൊണ്ട് ചോദിച്ചില്ല. അപ്പൊ അങ്ങനത്തെ അത് ആ മെയിൻ ആൾക്കാരാണ്. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കും. അല്ല, ഞാൻ പിന്നെ റോഡ് ഷോയും ചെയ്തിട്ടുണ്ട്. റോഡ് ഷോ അപ്പൊ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ദുരനുഭവം ഇങ്ങനെ ചിലവര് ഇങ്ങനെ കുറെ പിള്ളേരൊക്കെ പുറകെ വരും, ഈ നല്ല കണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നല്ലതായിട്ട് വന്നിട്ടുള്ളൂ. അല്ലാതെ വേറെ പക്ഷെ നമ്മൾ ചീത്ത എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയാൽ മാത്രമേ അത് ചീത്തയാവത്തുള്ളൂ. അല്ലാണ്ട് നമ്മളെ ഇങ്ങോട്ടാരും വന്ന് ഹേർട്ട് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ നമ്മളും കൂടെ അങ്ങോട്ട് കുറച്ച് ഹിന്റ് കൊടുത്താൽ മാത്രമേ അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോവാതെ ഒരിക്കലും ജെൻസിന്റെ രീതിയിൽ നിന്ന് എന്തെങ്കിലും ജെൻസിന് അതിപ്പോ ലോകത്തെ എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ എല്ലാം. അപ്പൊ നമ്മൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അതങ്ങ് വിട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ഷോയ്ക്ക് പോകാതിരുന്നാൽ മതിയല്ലോ. അവിടെ അങ്ങ് തീരെ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ജെൻസിനെ കുറ്റം പറയുന്നില്ല, ലേഡീസിനെ വെച്ചാൽ എല്ലാവരും നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്. ഇത്രയും നേരം നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിക്കുകയും അതുപോലെ തന്നെ ഇതുപോലെ നല്ല സ്ത്രീകളെക്കാൾ സുന്ദരിയായി വേഷപ്പകർച്ച നടത്തിയ കണ്ണൻ കാട്ടാക്കടയ്ക്ക് വളരെയധികം നന്ദിയുണ്ട്. കൂടാതെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം.
4ാം വർഷത്തിലേക്ക് കടക്കുന്ന 140 ന്യൂസ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും. 140 പ്രേക്ഷകർക്ക് എൻ്റെ ഹാപ്പി ന്യൂ ഇയർ.